ولا يحض على طعام المسكين فليس له اليوم هاهنا حميم ولا طعام إلا من غسلين لا يأكله إلا الخاطئون فلا أقسم بما تبصرون وما لا تبصرون إنه لقول رسول كريم. റഫീഖ് സാഹിബ് അതേപോലെ തന്നെ അഷ്റഫ് റഹ്മാൻ, ഞങ്ങളുടെ നാട്ടിലെ പഴയകാല ഖത്തീബ് ഉസ്താദ്, മറ്റ് സ്നേഹനിധികളായ സഹപ്രവർത്തകരെ, പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പവിത്രമായ റബീഉൽ ആരെക്കാളും കൂടുതൽ ഉത്സാഹത്തോടു കൂടി, അതിലേറെ ആവേശത്തോടു കൂടി ഈ റബീനെ വരവേൽക്കേണ്ടത് അഹ്ലു ബൈത്ത് എന്ന് പറയുന്ന ഞാൻ ഉൾക്കൊള്ളുന്നൊരു സമൂഹമാണ്. നമ്മളായിരിക്കണം മറ്റുള്ളവർക്ക് മാതൃകയായി പ്രവർത്തനം കാഴ്ചവെക്കേണ്ടത്. വർത്തമാനകാല സാഹചര്യം നോക്കുമ്പോൾ പരിശുദ്ധ റബീഹ് വന്നണിയുമ്പോൾ അത് ദൂർത്തിൻ്റെയും ദുർവ്യയത്തിൻ്റെയും ഒരു പര്യായമായി മാറുന്നത് ഖേദകരമാണ് എന്ന് സൂചിപ്പിക്കുന്നതോടൊപ്പം പരിശുദ്ധ റബീഹിനെ അത് അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി നമ്മൾ സ്വീകരിക്കുകയും അത് ആവേശത്തിനപ്പുറം നമ്മുടെ ഇഖ്ലാസ് പ്രകടിപ്പിക്കുന്ന ഒരു വലിയ ദൗത്യ നിർവഹണമായി മാറ്റുകയും ചെയ്യണം എന്നുള്ളതാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും കഴിഞ്ഞ 4 വർഷമായി കാസർഗോഡ് ജില്ലയിൽ വളരെ കൃത്യമായി ഏകോപനത്തോടു കൂടി പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുന്ന നമ്മുടെ അൽ-ഇത്ര സാദാത്ത് അസോസിയേഷൻ കഴിഞ്ഞ വർഷവും അതിനപ്പുറത്തുള്ള വർഷവും ഒക്കെ ഇത്തരത്തിലുള്ള മൗലിദ് മജ്ലിസ് സംഘടിപ്പിച്ചിരുന്നു. വലിയ ബൃഹത്തായ ഒരു സദസ്സായിരുന്നു. പക്ഷെ ഇന്ന് പല സയ്യിദന്മാരും എത്തിച്ചേരുമെന്ന് വിളിച്ചു പറഞ്ഞിട്ട് വഴിയിലാണ്, യാത്രയിലാണ്. മറ്റ് പലർക്കും പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമായി എത്തിച്ചേരാൻ വേണ്ടി കഴിയില്ല എന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. ഏതായാലും നമുക്കിവിടെ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞതിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. പറഞ്ഞു തന്ന ഓരോ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അന്വർത്ഥമാക്കി ജീവിതത്തിൽ പ്രവർത്തിക്കുകയും പ്രാവർത്തികമാക്കുകയും അത് മറ്റുള്ളവർക്ക് പ്രചോദനമായി പ്രായോഗിക തലത്തിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരെയും കടമയും കടപ്പാടും. ഇന്ന് രാവിലെ തന്നെ ഞാൻ കേട്ടത് ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു യുവാവിന് പിടിപെട്ട അസുഖത്തെ കുറിച്ചാണ്. അസുഖം വരുമ്പോൾ നമ്മൾ ഭക്ഷണത്തെ കുറ്റപ്പെടുത്തുന്നു, അതല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് എൻഡോസൾഫാൻ തെളിച്ച പച്ചക്കറി കൊണ്ടുവരുന്നു എന്ന് നമ്മൾ കുറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നമ്മൾ സങ്കടപ്പെടുന്നു. ഈ എൻഡോസൾഫാൻ അപ്പുറം പരിശുദ്ധ പ്രവാചകന്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും ധിക്കരിച്ചതിന്റെ തിക്തഫലമാണ് നമ്മളിൽ അനുഭവിക്കുന്നു എന്നുള്ളത് തീർത്തും നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഒരു കല്യാണത്തിന് പോയാൽ നമ്മളൊക്കെ അവിടെ ബിരിയാണിയും മന്തിയും കാണുമ്പോൾ സോമാലിയിൽ നിന്ന് വന്ന അത്രയും പട്ടിണി കിടന്ന ഒരു വ്യക്തിയുടെ എന്തൊക്കെയോ കാട്ടിക്കൂടില്ല വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യതിചലിച്ചതിന്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ നമ്മൾ പ്രവാചകനെ അനുസ്മരിക്കുകയും പ്രവാചക പ്രകീർത്തനങ്ങൾ പാടിപ്പുകഴ്ത്തുകയും ഇത്തരത്തിലുള്ള മൗലിദ് മജ്ലിസുകൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഇവിടെ നിന്ന് ചിലപ്പോ എന്തെങ്കിലും ചീരണി കിട്ടി അതും നമ്മൾ ഭക്ഷിച്ച് പുറത്തേക്ക് പോകും. അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിയുമ്പോൾ പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ വിസ്മരിക്കുന്ന ഒരു വിഭാഗത്തിലേക്ക് നമ്മൾ തള്ളപ്പെട്ടു പോയി എന്നുള്ളത് ഖേദകരമാണ്. അപ്പോ ഈ ഒരു സദസ്സ് അഷ്റഫ് റഹ്മാനി അദ്ദേഹം കഴിഞ്ഞ വർഷവും നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അപ്പൊ അദ്ദേഹത്തെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ മൗലിദ് പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഒരു പരിപാടിയിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട റഫീഖ് സാഹിദി അല്പം സംസാരിക്കും. അതിനെ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അതേപോലെ തന്നെ ഈ പരിപാടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അൽ-ഇത്ര സാദാത്ത് അസോസിയേഷന് കഴിഞ്ഞ 4 വർഷമായി വളരെ ഏകോപനത്തോടെ ആസൂത്രണത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ ബഹുമാന്യ പ്രസിഡന്റ് സയ്യിദ് കണ്ണബന്ധങ്ങൾ അദ്ദേഹത്തെ ഹാർദവമായി അധ്യക്ഷ സ്ഥാനത്തെ ക്ഷണിച്ചുകൊണ്ട് ഒരു കുടക്കീഴിൽ
കക്ഷി രാഷ്ട്രീയ സങ്കുചിതത്വം ഒന്നുമില്ലാതെ ഏകോദര സഹോദരന്മാരായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അൽ-ഇത്റ സാദാത്ത് അസോസിയേഷൻ. അത് കാസർഗോഡ് ജില്ലക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട കണ്ടബദ്ധങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാവരും സഹോദരന്മാരെ പോലെ കാണുകയും മറ്റു ചിന്തകളൊന്നുമില്ലാതെ അഹ്ലു ബൈത്ത് എന്നുള്ള മർമ്മപ്രധാനമായിട്ടുള്ള വികാരം മാത്രം മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ് അൽ-ഇത്റ സാദാത്ത് അസോസിയേഷൻ. പക്ഷെ അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് സംഘടന രൂപീകരിച്ച് ഒരു വർഷത്തിനകം തന്നെ നമുക്ക് ഈ ഒരു ഓഫീസ് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. അത് തന്നെ ഈ സംഘടനയുടെ ഏറ്റവും വലിയൊരു നേട്ടമാണ്. മാത്രമല്ല 2 വർഷം തികയുമ്പോൾ മഞ്ചേശ്വരം മുർത്തണ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വൈദഗ്ധ്യം പേരുന്ന നമ്മുടെ ഒരു സഹോദരി ബീവിക്ക് ഒരു വീട് നിർമ്മിച്ച് നൽകുവാൻ വേണ്ടി നമുക്ക് സാധിച്ചു. വളരെ നല്ല എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു വീട് നിർമ്മിച്ച് നൽകുവാൻ വേണ്ടി അൽ-ഇത്റ സാദാത്ത് അസോസിയേഷൻ സാധിച്ചത് ഈ സന്ദർഭത്തിൽ ഇവിടെ പുതുതായി വന്ന നമ്മുടെ മുഹിബ്ബീങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതേപോലെ വലിയ സംഖ്യ ഇല്ലെങ്കിലും നമ്മുടെ ജില്ലയിലുള്ള ഏകദേശം പാവങ്ങളായിട്ടുള്ള ഏകദേശം സഹിതന്മാരും പാവങ്ങളാണ്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് അതാണ്. അങ്ങനെയുള്ള ഒരുപാട് വലിയ രൂപത്തിലുള്ള സാമ്പത്തിക മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്നത് ഇപ്പൊ ഇവിടെ സംഭാവന നൽകിയിട്ടുള്ള ഒരുപാട് പേര് അവരുടെ ബാപ്പമാര് മരണപ്പെട്ട് വീടകങ്ങളിൽ തടച്ചിടപ്പെടുകയാണ്. അതേപോലെ നമ്മുടെ സുഹൃത്തുക്കൾ, സഹോദരന്മാർ, ഉസ്താദുമാർ ഒരുപാട് പേര് ഇത്തരത്തിൽ രോഗം കൊണ്ട് വലയുകയാണ്. അപ്പൊ അവർക്കൊക്കെ വേണ്ടി അല്ലാഹു ഈ മഹത്തായ സദസ്സിലുള്ള ഉമറാക്കളുടെയും മറ്റുള്ളവരുടെയും വലിയ പിന്തുണയും സഹായവും സഹകരണവും ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരുടെയും എല്ലാവിധ പിന്തുണയും സഹായവും ഈ മേൽപ്പറമ്പ് നമ്മുടെ ഓഫീസ് കണ്ടെത്തിയത്. ഈ മേൽപ്പറമ്പിന് ചുറ്റുഭാഗത്ത് എവിടെയെങ്കിലും നമുക്ക് ഒരു 2 സെന്റ് സ്ഥലം ആരെങ്കിലും തരികയാണെങ്കിൽ അള്ളാഹു നമ്മളത് 2 കൈ നീട്ടി സ്വീകരിക്കും. അത് അവരുടെ വലിയ ഒരു ദാനധർമ്മത്തിൽ പെടുകയും ചെയ്യും. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടിയിട്ടുള്ള വലിയൊരു ആഗ്രഹത്തിലാണ് ഈ സംഘടനയുടെ നേതൃത്വം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. اللهم صل على سيدنا محمد نبي الله وعلى آله وصحبه وسلم. അടക്കമുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരെ മറ്റു ഉമറാക്കളെ അല്ലാഹു തആല ഉലമാക്കളെ അല്ലാഹു തആല നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് സാദാത്തികൾ ഒരുമിച്ച് കൂടുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. ഒരുപാട് സാധാർത്ഥ്യങ്ങൾ വരാനിരിക്കുന്നേയുള്ളൂ. ഏതായാലും അശ്രയോടുകൂടി നമ്മുടെ പരിപാടി തുടക്കം കുറിക്കും എന്ന നിലക്കാണ് ഒരു സ്റ്റെപ്പും മുമ്പോട്ടിരുന്നാൽ പ്രശ്നമൊന്നുമായാലും ഉസ്താദിന്റെ ശ്രദ്ധയിലേക്ക് കൊടുക്കുകയാണ്. അസറുർ റഹ്മാനിക്ക് അറിയാം നമ്മുടെ ഓഫീസുമായി അഭിഹിതമായ ബന്ധങ്ങളാണ് റഹ്മാൻ ഉസ്താദ്. അപ്പോൾ നമ്മുടെ ഈ ഓഫീസ് ഏകദേശം 3 വർഷത്തോളമായി നമ്മുടെ കാസർഗോഡ് ജില്ലയിലുള്ള സാധാർത്ഥ്യങ്ങൾക്ക് അവരാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല അതിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട എല്ലാവരും ഒരുമിച്ച് കൂടി ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. മാഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട റഫീഖ് സാദി ഉസ്താദ് വേണ്ടുവോളം ബഹുമാനപ്പെട്ട സാദാത്തുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ പറയാൻ വേണ്ടി കേരളത്തിൽ നിന്ന് തന്നെ നേരെ കൃഷ്ണാപുരത്തേക്ക് പോകേണ്ട ആ വഴി തിരിച്ച് കണ്ടവൻ തങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഇവിടെ വന്ന സ്ഥിതിക്ക് കൂടുതലായി ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും നിങ്ങളൊപ്പം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചതിൽ തന്നെ വളരെ സന്തോഷമുണ്ട്. മാഷാ അല്ലാഹ്. പിന്നെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യ റബീഉൽ മാസം വരുമ്പോൾ തന്നെ ഹബീബായി മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് കരഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ഈ നൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തേക്ക് കടന്നു വന്ന നിമിഷം പ്രസവിക്കപ്പെട്ട സമയത്ത് ഇബ്ലീസ് കരഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാവരും സന്തോഷിക്കുന്ന നേരത്ത്. അപ്പൊ അതുപോലെ ഇന്ന് ഹബീബ നബി തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷവും ആനന്ദവും ഒക്കെയാണ്. ചില ആളുകൾക്ക് അപ്പോ ചില വിഷമങ്ങളും വയറിളൊക്കെ നമ്മൾ കാണാറുണ്ട്. റബീഉൽ അവ്വൽ വരുമ്പോഴേക്ക് പിന്നെ വാട്സപ്പുകളിലൂടെ ഇങ്ങനെ പലതും ചോദിച്ചു വരുന്ന ആളുകളെയൊക്കെ നമ്മൾ കാണും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, പ്രവാചകാനുരാഗികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആനന്ദവും വലിയ സന്തോഷവുമാണ് പുണ്യ റബീഉൽ. വല്ലാത്തൊരു സന്തോഷമാണ്. അള്ളാഹു ഇനിയും ഒരുപാട് പുണ്യ റബീഉകളിൽ ഇങ്ങനെ ആവേശത്തോടെ മുത്തനബി തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങൾ ആലപിച്ച് ഒരുമിച്ചിരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.
മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സദഖയുടെ സക്കാത്തിന്റെ ഈത്തപ്പഴം മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ വിതരണം ചെയ്യുമ്പോൾ പിന്നെ ആ സക്കാത്തിന്റെ ഈത്തപ്പഴമൊക്കെ വിതരണം ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നേരത്ത് മടിയിൽ ഹസൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ആ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ തോളിലേറ്റി പുണ്യനബി തങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വായിൽ നിന്ന് ഒരു തുള്ളി ഉമിനീര് മുത്തനബി തങ്ങളുടെ ശരീരത്തിലേക്ക് ഉറ്റി വീഴുന്നു. ആ ഉമിനീര് ഈത്തപ്പഴം കലർന്ന ഉമിനീരാണെന്ന് കണ്ടപ്പോ ഉടനെ പുണ്യനബി തങ്ങൾ ആ കുട്ടിയുടെ വായിലേക്ക് വിരലിട്ട് ആ ഈത്തപ്പഴം താഴേക്ക് വലിച്ചിട്ടിട്ട് പറഞ്ഞു, നിനക്കറിയില്ലേ നമുക്ക് ഈ സക്കാത്തിന്റെ സദഖയുടെ മുതൽ തിന്നാൻ പാടില്ല എന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിച്ച് ശകാരിക്കുന്ന ഒരു ഭാഗം ഹദീസിന്റെ ഇമാം ബുഖാരി തങ്ങളെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അവിടെ മഹാന്മാരായ ഉലമാ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദന്മാർക്ക് സക്കാത്തിന്റെ മുതൽ വാങ്ങാൻ പറ്റാതെയാകുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ ഉലമാ പറയുന്നത്, പിന്നെ ഈ സക്കാത്ത് സദഖയൊക്കെ നൽകുമ്പോൾ നൽകുന്നയാളൊരൽപ്പം മേലെയും വാങ്ങുന്നയാളൊരൽപ്പം താഴെയുമാകുന്നു എന്നതാണ്. അതുകൊണ്ട് സാദാത്തുക്കൾ സയ്യിദന്മാർ അങ്ങനെ താഴെയാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സാദാത്തുക്കൾക്ക് സക്കാത്ത് വാങ്ങുന്നത് പോലും അനുവദനീയമല്ല എന്ന് പറയുന്നത്. എന്നാൽ അവർക്ക് ഹദിയ വാങ്ങാം. ഹദിയയുടെ പ്രത്യേകത എന്താണ്? അത് ആരാണോ നൽകുന്നത് നൽകുന്നയാളെക്കാൾ മേലെയാണ് വാങ്ങുന്നയാൾ. അവിടെ റെസ്പെക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഹദിയ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സാദാത്തുക്കൾക്ക് ഹദിയയാവാം എന്ന് പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. പുണ്യനബി തങ്ങളുടെ ഏറ്റവും വലിയ വരുമാന മാർഗം തന്നെ റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ല കച്ചവടം മറ്റും ഉള്ളതായിട്ട് നമുക്കറിയില്ല. അവിടുത്തെ ജീവിതം വരുമാന മാർഗം തന്നെ മഹാന്മാരായ സ്വഹാബത്ത് നൽകിയ ഹദിയയായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സയ്യിദന്മാർക്കുള്ള സമൂഹത്തിൽ നൽകേണ്ട, അവർക്ക് കിട്ടേണ്ട ഒരു വലിയ വിലയാണ്. ക്ഷണിച്ചതിൽ ബഹുമാനപ്പെട്ട സയ്യിദന്മാരോട് അനൽപമായ കൃതജ്ഞതയും ആദരവും രേഖപ്പെടുത്തുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എൻ്റെ മനസ്സ് പറയുന്നു, ഇതൊരു അംഗീകാരമാണ്. ഇത് ഞാൻ സൂക്ഷിച്ചു വെക്കും. ഈ കാണുന്ന സാധനം തങ്ങളെ ആനയിച്ചതാണ്. ഇത് ഞാൻ സൂക്ഷിച്ചു വെക്കും. ഞാൻ എൻ്റെ മഹ്ശറിലെത്തിയാൽ എൻ്റെ ഹബീബിനോട് ഞാൻ പറയുന്നു, ഇവിടെ പേരമക്കളും കൂടെ ഞാൻ ഇരുന്നിട്ടുണ്ട്, അതിൻ്റെ അടയാളമാണിതെന്ന് ഞാൻ പറയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അഹുലുബൈത്താകുന്ന സയ്യിദന്മാർ, ഞങ്ങൾക്ക് ഒറ്റ പ്രതീക്ഷയുള്ളൂ, നിങ്ങളെ കൊണ്ട് രക്ഷപ്പെടണമെന്നാണ്. അല്ലാതെ നമ്മളെ കയ്യിലൊന്നുമില്ല. ഞാൻ ചില വിഷയങ്ങൾ, ആ സമൂഹത്തിനെ അല്ലാഹു തആല അദാബിറക്കി ശിക്ഷിക്കുകയില്ല. തങ്ങൾ അവരിലുണ്ട്. തങ്ങൾ അവരിലുണ്ടാകുന്ന കാലത്തൊക്കെയും ആ സമൂഹത്തിനെ അല്ലാഹു, തങ്ങൾ ഭൂമിലോകത്തുണ്ട്. ഹബീബായ തങ്ങൾ ഖബർ ശരീഫിൽ ജീവിച്ചിരിക്കുകയാണ്. ആശിഖീങ്ങളുടെ ലോകം അത് വലിയൊരു ലോകമാണ്. അവർ പറയുന്നു, ഹബീബായ തങ്ങൾ മൗത്തായി എന്ന് പറഞ്ഞാൽ അത് അദബുകളാണ്. മുത്തനബിയെ തങ്ങളെ കുറിച്ച് മൗത്തായി എന്ന് പറയരുത്. ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് മാറി താമസിക്കുകയാണ്. അങ്ങനെയാണ് ഹബീബിനെ കുറിച്ച് പറയുന്നത്. ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് നീങ്ങി. ഷരീഫിൽ ഹബീബായ തങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബർ പറയുമ്പോൾ ഖബർ എന്ന് പറയുന്ന അദബുകളാണ്. ഖബർ ഷരീഫ് എന്ന ബഹുമാന പേര് കൂടാണ്ട് ആ റൗദനെ കുറിച്ച് പറയുന്നത്. മദീനയെ കുറിച്ച് പറയുമ്പോൾ മദീനത്തുൽ മുനവ്വറ എന്നല്ലാണ്ട് ഒരു മദീന എന്ന് പറയുന്ന അദബുകളാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ ഷരീഫിൽ ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു തആല ഹബീബായ തങ്ങളെ കുറിച്ച് ലോക ജനങ്ങൾക്ക് അദബ് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങയുടെ മുമ്പിൽ ഒറ്റത്തിൽ സംസാരിക്കരുത്, ശബ്ദമുയർത്തരുത്, തുള്ളിച്ചാടരുത് എന്നൊക്കെ പരിശുദ്ധ ഖുർആനിൽ കാണാം. ഇന്നും ആ നിയമം പാലിക്കേണ്ടതാണ്. ഹബീബായ റൗദന്റെ മുമ്പിൽ ഉറച്ചത്തിൽ സംസാരിക്കാനോ തുള്ളിച്ചാടാനോ ശബ്ദമുണ്ടാക്കാനോ പാടില്ല. അതങ്ങനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറഞ്ഞു. ബഹുമാനപ്പെട്ട അബൂ ഇസ്ഹാഖ് നാജി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഹബീബായ തങ്ങളെ പേര് പറയുമ്പോൾ പോലും ആ പറഞ്ഞ അദബ് വേണം. റസൂലുള്ളാഹിന്റെ മുമ്പിലിരിക്കുന്ന സ്വഹാബത്തിന് ഏതൊരു അദബായിരുന്നോ ഉണ്ടായിരുന്നത്, അതേ അദബ് തന്നെ ഹബീബായ തങ്ങളെ പേര് പറയുന്ന സ്ഥലത്ത് പോലും വേണം. മുത്തുനബിയുടെ പേര് പറയുമ്പോൾ പോലും നല്ല ഭയഭക്തിയോടുകൂടെ ആ ഒരു വിനയത്തോടുകൂടെ മാത്രമേ ഹബീബിന്റെ പേര് പോലും പറയാൻ പാടുള്ളൂ എന്ന് ഭൂമി ലോകത്തേക്ക് അദാബിറങ്ങൂല എന്ന് കാണാം.
മറ്റൊരു വ്യാഖ്യാനം കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന സാദാത്യങ്ങളാകുന്ന നിങ്ങൾ, അതുപോലെ നമ്മളെല്ലാവരും മുത്തുനബി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ മുത്തുനബി എന്റെ ജീവിതത്തിലുണ്ട് എന്നാണ്. എന്റെ താടിയും എന്റെ ഡ്രസ്സും എന്റെ ശരീരവും എന്റെ ജീവിതവും എന്റെ നടത്തവും എന്റെ ഇരുത്തവും എന്റെ കടത്തവും എന്റെ ബിസിനസ്സും എന്റെ ഏർപ്പാടുകൾ മുഴുവനും മുത്തുനബി എങ്ങനെ പഠിപ്പിച്ചു അതിനേക്കാൾ അപ്പുറമില്ല. തങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. ആര് കണ്ടാലും പറയും അവൻ മുത്തുനബി. അഥവാ സുന്നത്ത് മുറുകെ പിടിക്കുന്ന കാലത്തൊക്കെ ലോകത്തേക്ക് അതാ പറയുകയില്ല. രണ്ടാമത്തെ അർത്ഥമാണ്. മൂന്നാമത്തെ അർത്ഥം കാണാം, തങ്ങൾ അവരിൽ ഉണ്ട കാലത്തൊക്കെയും അള്ളാഹു അവരിലേക്ക് അതാ പറക്കൂല എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബോഡിയെ നിയന്ത്രിക്കുന്ന ഒരു രാജാവ് ഈ ബോഡിയുടെ അകത്തുണ്ട്. അതിന്റെ പേരാണല്ലോ ആത്മാവിനുണ്ട്, ആത്മാവിന്റെ ഉള്ളിൽ റസൂലുള്ളാഹിയുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സിന്റെ അകത്ത് ഹബീബുണ്ടോ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൽബിൽ ഉണ്ടെങ്കിൽ അവിടത്തേക്ക് അതാ പറക്കൂല എന്ന അർത്ഥം വെച്ച മഹാന്മാരുണ്ട്. അതുകൊണ്ടല്ലേ ചില മഹാന്മാർ പാടിയത് കാണാം, ഇന്നാ ബൈതുൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ലിറസൂലി എന്ന് പാടിയത് കാണാം. നമുക്ക് സുബഹിന്റെ ബൈതൻ എന്താ കാണുന്നത്? ചില ഇമാമിൽ അവിടെ ഇന്നാ തീർച്ചയായിട്ടും നമ്മൾ ബൈതുൻ ഞങ്ങൾ വലിയൊരു കൊട്ടാരമാണ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു വളക്കിന്റെ ആവശ്യമില്ല. കാരണം ലോകത്തെ ഏറ്റവും വലിയ വളക്ക് മുഹമ്മദ് റസൂലുള്ളാഹി ഹബീബായ തങ്ങളാണല്ലോ, ഉപ്പാപ്പയാണല്ലോ ലോകത്തെ ഏറ്റവും വലിയ വളക്ക്. അതുകൊണ്ടല്ലേ ഹബീബായ തങ്ങളെ വർണ്ണിക്കുന്നവർക്ക് മുത്തുനബിയെ വർണ്ണിക്കാൻ കഴിയില്ല. ചില ആൾക്കാർ എന്താ പറഞ്ഞ മദീനക്കാർ പാടി പൂർണ്ണചന്ദ്രൻ ഇവിടെ ഉദിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ പലവരും പലതും പാടി. അതുമെല്ലാം ശേഖരിച്ചുകൊണ്ട് ബൈത്തിൽ കാണാം, അന്ത ശംസുൻ അന്ത ഖമറുൻ, അങ്ങ് സൂര്യനാണോ, അങ്ങ് ചന്ദ്രനാണോ, അല്ല അന്ത നൂറും ഫൗക നൂറ്. ലോകത്തുള്ള എല്ലാ വെളിച്ചങ്ങളെയും ഓവർടേക്ക് ചെയ്ത മനുഷ്യർക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ലോകത്തെ ഏറ്റവും വലിയ പ്രകാശം മുഹമ്മദ് റസൂലുള്ളാഹി. ആ മുത്തുനബി തങ്ങൾ മനസ്സിനകത്ത് കൂടിയിരിക്കുമ്പോൾ ഇനി ഇവിടെ വേറൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ആ ലോകത്തേക്ക് അതാ വെറുക്കൂല. മറ്റൊരു തഫ്സീറുണ്ട്, അതെന്താ? ുന്ന ആ തങ്ങളെ അഖിലുബൈത്താകുന്ന മുത്തുനബിയുടെ അഖിലുബൈത്താകുന്ന കുടുംബക്കാര നാട്ടിലുണ്ടോ അതാ പറയൂല എന്നാണ്. അങ്ങനെ ഒരു അർത്ഥം ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ അസ്വാഹിബുൽ മുഹ്രിഖിൽ എഴുതി വെച്ചത് കാണാം, അബുൽ ബൈത്തി അമാനും ഫിൽ അർദ്, ഭൂമി ലോകത്തിന്റെ കാവലാണ് അഖിലുബൈത്ത്. അഖിലുബൈത്ത് കാവലാകുന്ന കാലത്തൊക്കെയും അവരുടെയിലേക്ക് അതാ പറയുകയില്ല. സയ്യിദിന്റെ അടുത്തേക്ക് പോയപ്പോൾ അവർ പറഞ്ഞ മറുപടി ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു. അതെന്താ? നിങ്ങളുടെ നാട്ടിൽ തങ്ങളെ കൊണ്ടുപോയി കൂടിയിരുത്തണം, എന്നാൽ അതാപന ഉയർത്തപ്പെടും. അങ്ങനെ ആ നാട്ടിലേക്ക് നാട്ടുകാരെല്ലാം കൂടി ഒരു വീട് നിർമ്മിച്ച് ഒരു സയ്യിദിനെ ആ നാട്ടിൽ താമസിപ്പിച്ചപ്പോൾ ഇന്നും ആ നാട്ടിൽ അതാവില്ലാതെ എടുത്തു ഞാൻ അഹ്ലുബൈത്തിൽ പറഞ്ഞ പുസ്തകത്തിൽ വായിക്കാൻ കഴിഞ്ഞു. ഇമാമികൾ പറയുന്നു, അഹ്ലുബൈത്ത് ഭൂമിന്റെ കാവലാണ്. അല്ലാഹു അവരിലേക്ക് അതാബ് ഇറക്കുകയില്ല. തങ്ങൾ അവരിലുണ്ട് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ മക്കളാകുന്ന അഹ്ലുബൈത്ത് ഇവിടെ ഉണ്ട് എന്നാണ്. നിങ്ങൾ നോക്കൂ, ഹബീബായ തങ്ങൾ ഇവർക്ക് വഫാത്തായി ഞാൻ നേരത്തെ പറഞ്ഞില്ല. സ്വഹാബത്ത് കണ്ടു, നമ്മൾ കണ്ടില്ല. പക്ഷെ ഖിയാമത്ത് നാൾ വരെ റസൂലുള്ളാഹിനെ ഓർക്കണം. ഖിയാമത്ത് നാൾ വരെ റസൂലുള്ളാഹിനെ ഓർക്കണം. അതുകൊണ്ടല്ലേ ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ട് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചില്ലേ, മഹ്ദി ഇമാം ഇറങ്ങി വരും. മഹ്ദി ഇമാം ആരാണ്? ഒരു സയ്യിദാണ്. മഹ്ദി ഇമാം വരും എന്ന് പറഞ്ഞാൽ ആകാശത്തെ ഈസാ നബി വരുന്നതുപോലെ ഇറങ്ങി വരുന്നതല്ല. അഹ്ലുബൈത്തിനെ നിഷേധിക്കുന്ന പുത്തൻവാദികൾക്ക് ഏറ്റവും വലിയ മറുപടിയാണ്. എന്താ മഹ്ദി ഇമാം വരും എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മയിൽ നിന്നും ഒരു ബാപ്പയിൽ നിന്നും. ഈ ആയത്തിൽ മുത്തുനബിന്റെ മക്കളെ കുറിച്ച് എന്തൊരു മഹത്വമാണ് പറയുന്നത്. ഇന്നല്ലാഹു വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹു ഖുർആനിൽ പറയുന്ന നബിയെ അല്ലാഹും മലക്കുകളും മുത്തുനബിക്ക് സ്വലാത്ത് ചൊല്ലുന്നു. ലോക മുഅ്മിനീകളെ മുത്തുനബിക്ക് സ്വലാത്ത് ചൊല്ലണം. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സ്വഹാബത്തിന്റെ ചോദ്യം കണ്ടില്ലേ? റസൂലുള്ളാഹിന്റെ മുമ്പിൽ പോയി സ്വഹാബത്ത് ചോദിക്കുന്നു, കൈഫ നുസല്ലി അലൈക യാ റസൂലുള്ളാഹിന്റെ മറുപടി അല്ലാഹു പറഞ്ഞു, എന്താ മുത്തുനബിക്ക് സ്വലാത്ത് ചൊല്ലണം. കൈഫ നുസല്ലി അലൈക യാ റസൂലുള്ളാഹ്. സ്വഹാബത്തിന്റെ ചോദ്യം, തങ്ങൾക്ക് എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടതെന്ന ചോദ്യം. ആ സ്വലാത്ത് ചൊല്ലേണ്ട രൂപം പഠിപ്പിക്കൽ എങ്ങനെ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്നാണ്. അപ്പോൾ മുത്തുനബിക്ക് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മുത്തുനബിക്ക് മാത്രം സ്വലാത്തില്ല, സ്വലാത്ത് ആവൂല. അവിടുത്തെ ഖിയാമത്ത് നാൾ വരെയുള്ള മക്കളെ മുഴുവൻ കൂട്ടിയിട്ട് സ്വലാത്ത് ചെയ്താലേ ആയത്തിൽ പറഞ്ഞ സ്വലാത്ത് പൂർത്തിയാവുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു.
ഇന്നലെ മുഹിമാത്തിനെ വെച്ച് തങ്ങന്മാരെ കുറിച്ച് ഏകദേശം 1.25 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. തങ്ങന്മാരെ മഹത്വം മാത്രം വേറൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലാഹു തീർച്ചയായും അല്ലാഹു ഉദ്ദേശിക്കുന്നത് തങ്ങന്മാരെ നിങ്ങളെ തൊട്ട് അല്ലാഹു റിജിസിനെ പോക്കിയിരിക്കുന്നു എന്ന. എന്താ ഉസ്താദ്, ബഹുമാനപ്പെട്ട സയ്യിദുൽ കാനക്കോട് ഉസ്താദ് ഒരു ദിവസം വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു തഫ്സീറിനെ കണ്ടിനോ ചോദിച്ചു. എങ്ങനെ? അഥവാ റിജിസിനെ പോക്കി എന്ന് പറഞ്ഞാൽ കുഫ്രിയത്തിനെ പോക്കി എന്നാണ് അർത്ഥം. കണ്ടിനോ? ഞാൻ പറഞ്ഞു കണ്ടിന്. എവിടെ ഉണ്ട്? ഇബ്നു ഹജർ തങ്ങളുടെ കിതാബിലുണ്ട്. ആ ഉസ്താദ് പറയാണ്, എന്റെ ചെറുപ്പത്തിലെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഉസ്താദ് അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ, അവരുടെ ഒരു പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. ഉസ്താദ് പറയാണ്, ഉസ്താദ് പറയും എന്താ പ്രസംഗം എന്നറിയോ? തങ്ങന്മാരെ പറ്റി ബഹുമാനപ്പെട്ടു ഇങ്ങനെ പറഞ്ഞിട്ട് തങ്ങന്മാർ എന്ത് വടക്ക് ചെയ്താലും വടക്ക് ചെയ്തതിന് ശിക്ഷ അത് വേറെ വിഷയമാണ് ുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു നിങ്ങൾ ശുദ്ധന്മാരാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. ശുദ്ധന്മാരാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പരമ്പര ശുദ്ധ പരമ്പരയാണ്. ഈ പ്രസംഗിക്കുന്ന എനിക്ക് ഒരു 3 തലമുറ പറയാൻ അപ്പുറം എനിക്കറിയില്ല. പാപ്പാന്റെ ഉപ്പാപ്പനെ കുറിച്ച് എനിക്കറിയില്ല. എന്റെ വാപ്പാന്റെ വാപ്പ എനിക്കറിയാം. 3 പാപ്പാനെ അറിയാം. അതിനേക്കാൾ അപ്പുറം അറിയില്ല. പക്ഷെ ഈ അഹ്ലുൽ ബൈത്താകുന്ന നിങ്ങളൊക്കെ ആ വലിയ പാരമ്പര്യമാണ്. വാപ്പ വലിയ മഹാനാണ്, അവിടുത്തെ വാപ്പ വലിയ മഹാനാണ്, അവിടുത്തെ വാപ്പ അതിനേക്കാളും വലിയ മഹാനാണ്. ഇങ്ങനെ മേൽപോട്ട് പോയാൽ ഒന്നിനേക്കാൾ ഒന്ന് വലിയ പവറാണ്. ആ വലിയ മഹത്തുക്കളായ മുത്തലിബിയിലേക്ക് സക്കാത്ത് കൊടുക്കരുത്. എന്തുകൊണ്ട്? സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് മുതലിന്റെ കച്ചറയാണ്. മുഫസ്സിരീങ്ങളും പറഞ്ഞു, ഭൂരിഭാഗം ഉലമാവും പറയുന്നത് ഖുതുബ് എന്ന് പറയുന്ന സ്ഥാനം ഉണ്ടാകുന്നത് അഹ്ലുൽ ബൈത്തായിരിക്കും. അങ്ങനെ പരമ്പര ഇങ്ങനെ എണ്ണി നോക്കുമ്പോൾ ലോകത്ത് ഖുതുബായി അറിയപ്പെട്ടവരൊക്കെ വലിയ സാദാത്യങ്ങളാണ്. എന്നാൽ ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് മൂസി റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു ചില ഒറ്റപ്പെട്ട അഭിപ്രായമുണ്ടെങ്കിലും ഔലിയാക്കന്മാരുടെ ഖുതുബായി ലോകത്ത് വരുന്നത് അഹ്ലുൽ ബൈത്തായിരിക്കും മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ട് കാണാം. ആകയാൽ അഹ്ലുൽ ബൈത്ത് വലിയ മഹത്വമുള്ളവരാൽ, വലിയ സ്ഥാനമുള്ളവരാൽ. ആ ഒരു ബൈത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരമക്കളാണെന്ന് നമുക്ക് അല്ലാഹു തന്ന ഭാഗ്യം എപ്പോഴും ഓർത്തുകൊണ്ട് അഹ്ലുൽ ബൈത്ത് എന്തുകൊണ്ട് മുത്തുനബിന്റെ മക്കളാകാൻ ഭാഗ്യം കിട്ടിയല്ലോ, ഈമാൻ ഉറച്ചവരാണെന്നൊരു ഭാഗ്യം കിട്ടിയല്ലോ. സാധാരണക്കാരാകുന്ന നമ്മൾ ചെയ്യുന്നതിനേക്കാളും റബ്ബിനെ ഓർത്ത് ഏറ്റവും കൂടുതൽ ശുക്ർ ചെയ്യേണ്ടത് അഹ്ലുൽ ബൈത്താണ്. അതുകൊണ്ട് അഹ്ലുൽ ബൈത്ത് എപ്പോഴും മുത്തുനബിന്റെ പേരമക്കളാണെന്ന ഓർമ്മയോട് കൂടിയുള്ള ജീവിതം ഉണ്ടായാൽ അവർക്ക് ഏറ്റവും നല്ലതാണ്. ഞാൻ നിർത്തുന്നു. മഹാന്മാര് പറഞ്ഞു, അന്നകി അത്തഅദീനു മർതബത്തുൻ ഫൗഖൽ മഹബ്ബത്തി. മഹബ്ബത്ത് എന്നൊരു സംഗതിയുണ്ട്, അതിനേക്കാൾ അപ്പുറം വേറൊരു പദവിയുണ്ട്. അതിന്റെ പേരാണ് തഅദീം, ആദരവ്. സ്നേഹത്തിനേക്കാളും വലുതാണ് ആദരവ് എന്നുള്ളത്. നമുക്കെല്ലാം സ്നേഹം ഉണ്ടായിരിക്കാം, അതിനേക്കാൾ അപ്പുറം വലിയൊരു സംഗതി കൂടിയുണ്ട്, തഅദീം, ആദരവ്. ഞാനിപ്പോൾ തങ്ങന്മാരെ വേക്കിൽ കൂടുന്ന ആളാണ്, എപ്പോഴും തങ്ങന്മാരെ വേക്കിൽ കൂടുന്ന ആളാണ്. അൽഹംദുലില്ലാഹ് സന്തോഷമുണ്ട്. കാസർഗോഡ് കർണാടകയില് എന്നോട് ഒരു തങ്ങന്മാർക്കും ജോലിയില്ല. എല്ലാ തങ്ങന്മാർക്കും പിരിച്ചാൽ, എല്ലാ തങ്ങന്മാർക്കും പിരിച്ചാൽ. സുബ്ഹാനല്ലാഹ്, തുകയെടുക്കാൻ ഞങ്ങൾ ഈ ദിവസം ഈ പടുത്ത് കണ്ടപ്പോ ഇങ്ങോട്ട് വന്നു 2:30 നിസ്കരിച്ചിട്ട് വന്നു നിസ്കരിച്ച് എല്ലാവരും നാട്ടുകാരൊക്കെ ഇങ്ങനെ നോക്കാണ്. അതെന്താ അയാൾ മറ്റേ പാർട്ടിയാണെന്താ ഈ പാർട്ടിയാണെന്ന് ഇങ്ങനെ വിളിക്കുന്നത്. ഞങ്ങളുടെ ബന്ധമൊക്കറിയില്ലല്ലോ, ഞങ്ങളുടെ അപ്പാനെ ബന്ധറിയില്ലല്ലോ. അങ്ങനെ എന്റെ പള്ളിയിലേക്ക് ഞങ്ങൾ വന്ന് 2:30 നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. നിസ്കരിച്ച് 100 അസ്തഗ്ഫിറുള്ള പറയുന്നു പറഞ്ഞു, അതും പറഞ്ഞു. അങ്ങനെ അടുത്ത് പോയപ്പോൾ ഇനിയും 2:30 നിസ്കരിച്ച് വാങ്ങി പറഞ്ഞു. അങ്ങനെ പിന്നീട് 2:30 നിസ്കരിച്ച് വന്നപ്പോൾ പറഞ്ഞു, എന്റെ ഉപ്പാന്റെ കയ്യിൽ ഒരു കാതിരി ഉണ്ട്, അത് തരാൻ എനിക്ക് വല്ലാത്ത പൂതിയാണ് നിങ്ങൾക്ക് തരാനെന്ന് പറഞ്ഞിട്ട് എന്റെ പള്ളിയിൽ വന്ന് ബഹുമാനപ്പെട്ടത് തുകയെടുക്കും ബഹുജനങ്ങളുടെ ആ പാരമ്പര്യത്തിൽ വന്ന കാതിരിയെ തന്നത് നിങ്ങൾ തങ്ങന്മാരും ഞാൻ പങ്കുവെക്കുകയാണ്. അപ്പൊ എനിക്ക് ഒരാളോട് എതിർപ്പില്ല, എല്ലാ തങ്ങന്മാരോടും സ്നേഹമാണ്. പക്ഷെ ഇവിടെ അധികം ആൾക്കാരും പരിചയമില്ലാത്ത പല തങ്ങന്മാരെ കാണാൻ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അഹ്ലുൽ ബൈത്തിനെ വല്ലാത്ത സ്നേഹിച്ചപ്പോൾ അന്ന് മിസ്റിൽ ജനങ്ങൾ പറഞ്ഞു, ഇന്നഹു മിന ശിഅ. ശാഫിഈ ഇമാം ശിയാക്കളിൽ പെട്ട ആളാണെന്ന് വരെ ശാഫിഈ ഇമാമിനെ കുറിച്ച് പറഞ്ഞു. ലോക പണ്ഡിതനായ ശാഫിഈ ഇമാമിനെ കുറിച്ച് ശിയാക്കളിൽ പെട്ട ആളാണെന്ന് മിസ്രികൾ പറയും. പിന്നെ എന്തിനാ അഹ്ലുൽ ബൈത്തിനെ സ്നേഹിക്കുന്നത്? അലുൻ നബിയ്യിലെ എല്ലാം അലുൻ നബിയാണ്. വഹുമു ഇലൈഹി വസീലത്തി, എന്റെ നാളേക്കുള്ള വസീലയും അവരാണ്. അർജു ബിഹിം യുഅദൻ ബിയദിൽ നബിയ്യി സഹീഫത്തി. ഈ അഹ്ലുൽ ബൈത്തിനെ കൊണ്ട് നാളെ റബ്ബിന്റെ കോടതിക്ക് എത്തുമ്പോൾ എന്റെ കിതാബിന്റെ വലത് കൈയിൽ നൽകണം. ഈ ഒരു റഹ്മാൻ എനിക്കുള്ളതെന്ന് ശാഫിഈ ഇമാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ചണ്ടിച്ചവറായ ഞങ്ങളുടെ മുത്തുനബിനെ മദ്ഹ് പറഞ്ഞ ആളാണ്. അഹ്ലുൽ ബൈത്തിനെ സ്നേഹിച്ച
ഒന്ന് കൈപിടിച്ച് രക്ഷപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. നീ കബൂൽ ചെയ്യണം റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ, ഈ അഹ്ലുൽ ബൈത്തിന് നീ വലിയ ദറജ നൽകണേ റഹ്മാനെ. സാധുക്കളായ അഹ്ലുൽ ബൈത്ത് വരീതിലുണ്ട്, അവരെല്ലാം ജീവിതത്തിന്റെ എല്ലാ വഴികളും നീ എളുപ്പമാക്കണേ റഹ്മാനെ, അവരുടെ ജീവിതത്തിന്റെ വഴികൾ എളുപ്പമാക്കണേ അല്ലാഹ്. സുഖമില്ലാത്ത അഹ്ലുൽ ബൈത്ത് തങ്ങളുടെ ബാപ്പയാണ് എനിക്ക് മുഹമ്മദ് റഫീഖ് എന്ന പേര് വെച്ച് നിന്ന സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എന്റെ ഉമ്മ പറഞ്ഞതാണ്. അസ്സലാമു അലൈക്കും. പ്രതിഫലം നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ പ്രത്യേകിച്ച് محلتني نصحا لكن لست أسمعه إن المحب لي وذال في صمامي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഇവളണിയും പൊന്നല്ലേ, കനവുണരും ദിനമല്ലേ, മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം, പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ, മാറ്റേറും പൊന്നിൻ താരമേ. City Gold and Diamonds, Kerala and Karnataka, the glow of purity.